യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളുകളായി നിരന്തരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിനായി കാത്തിരുന്നിട്ടും ഒരു മറുപടി പോലും കിട്ടാതെ ഇരുന്നിട്ടും ഇന്ന് പകലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലും നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അതാണ് വിശ്വാസം. എന്താണ് വിശ്വാസം? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വാസം. മറുപടി കാണുന്നില്ല എങ്കിലും നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. ഞാൻ ആരുടെ മുൻപിലാണ് വന്നിരിക്കുന്നത്? ഞാൻ ആരുടെ മുഖത്തേക്കാണ് നോക്കുന്നത്? ഞാൻ ആരോടാണ് നിലവിളിക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. ഇന്ന് പകലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മറുപടി ലഭിക്കുന്നത് വരെ, ദൈവം പ്രവർത്തിക്കുന്നത് വരെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം വലിയതാണ്. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടും. നിങ്ങളുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് ദൈവം നിങ്ങളോട് പറയുന്ന സമയം വിദൂരമല്ല. ദൈവമെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം അളക്കുന്നുണ്ട്. അത് വലിയ വിശ്വാസമെന്നാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ അടുക്കൽ വന്ന കനാന്യ സ്ത്രീ യേശുവിനോട് പറഞ്ഞു, യേശുവേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവമാണ്, എന്നെ സഹായിക്കണം. യേശു അത് കേട്ട് അവളോടൊന്നും മിണ്ടാതെ മുൻപോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, പ്രതികരണങ്ങൾ മോശമായിരുന്നു, അല്ലെങ്കിൽ പ്രതികരണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നിട്ടും അവൾ പുറകെയാണ്, എന്നെ സഹായിക്കണേ. അതെങ്ങനെയാ അങ്ങനെ പുറകെ പോകാൻ പറ്റുക? ഒരു പ്രതികരണവുമില്ല. എന്നാൽ യേശുവിൻ്റെ പ്രതികരണങ്ങൾ വേദനിപ്പിക്കുന്നതായിരുന്നു. എന്നിട്ടും പുറകെ പോകണമെങ്കിൽ അവളുടെ അകത്ത് എന്തോ ചലിക്കുന്നുണ്ട്. അവളുടെ അകത്ത് കണ്ണുകൾ കൊണ്ടിപ്പോൾ കാണുന്നതിനേക്കാൾ അപ്പുറമായ ആഴമായ ഒരു ദൈവപരിജ്ഞാനം ചലിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കനാന്യ സ്ത്രീ യേശുവിനെ വീണ്ടും അനുഗമിക്കുകയാണ്. മറുപടിയൊന്നുമില്ല, പക്ഷെ വീണ്ടും നിലവിളിക്കുകയാണ്. യേശു എന്താണെന്ന് പറഞ്ഞത്? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. പ്രിയപ്പെട്ടവർ, ഇന്ന് പകലും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണോ? ദൈവത്തിന് നിങ്ങളോട് പറയാനുണ്ട്. ദൈവം അത് അളക്കുന്നുണ്ട്. നിന്റെ വിശ്വാസം വലിയത്. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന സമയം അതിവിദൂരമല്ല. നിന്റെ ഇഷ്ടം പോലെ തന്നെ ഭവിക്കട്ടെ. ആ ശബ്ദം മുഴങ്ങിക്കഴിഞ്ഞപ്പോൾ ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഒരു നാഴിക വരുന്നുണ്ട്. ഒരു ശബ്ദം പുറപ്പെടാൻ പോകുന്നുണ്ട്. കുറച്ചു നേരം കൂടി വിശ്വാസമൊന്ന് മുറുകെ പിടിക്ക്. പ്രാർത്ഥന നിർത്തരുതേ. പ്രാർത്ഥനയിൽ വീണ്ടും വീണ്ടും നിങ്ങൾ പോരാടിക്കോ. ലജ്ജ കൂടാതെ മുട്ടിക്കോ. നിങ്ങൾക്ക് വേണ്ടിയുള്ള വിടുതൽ തൊട്ടു മുൻപിലുണ്ട്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.